ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതാ ഈ സാധാരണ ടൈപ്പ് ടിഷ്യൂ ബോക്സ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ ടിഷ്യൂ ബോക്സിൻ്റെ താഴെ ഈ ടുലിപ്പിൻ്റെ പാറ്റേൺ വരുന്നതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെയുള്ള റൗണ്ട് മാറ്റുകളിൽ ടുലിപ്പ് ചെയ്യുന്നതും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഇതിന് ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 ലെയർ വരെ ടിഷ്യൂ ബോക്സിൻ്റെ ഇത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസ്, ഈ നോർമൽ ടിഷ്യൂ ബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളത് പോയി കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക. ഇതിൽ ഞാൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രീൻ കളറും ഈ ഒരു വൈറ്റ് കളറും വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വർദ്ധമാൻ്റെ യാണാണ്. ഇത് കണ്ടോ, കോട്ടൺ എന്ന് പറയുന്ന യാണാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ ചെയ്യുന്ന അതേ നീഡിൽ തന്നെയാണ് കേട്ടോ. 3.5 mm നീഡിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളറിലേക്ക് മാച്ചിന് നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഗ്രീൻ എടുക്കാം, ഡാർക്ക് കളർ എടുക്കാം, ഈ കളർ എടുക്കാം. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ടൈപ്പ് ഒരു ഗ്രീൻ ഷെയ്ഡിയാണിത്. ഇത് ഞാൻ അന്ന് പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ കിട്ടില്ല. പിന്നെ ഇതുപോലത്തെ മൾട്ടി കളറിൻ്റെ തന്നെ ഗ്രീനിൻ്റെ കിട്ടും. അതും നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കളർ യാണാണ്. ഇതും വൈറ്റും വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ 8 ലെയർ ചെയ്ത് തീർന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. നമുക്കൊന്ന് എണ്ണി നോക്കാവേ. 1 2 3 4 5 6 7 8 ലെയറാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സാധാരണ അടുത്ത 9ാമത്തെ ലെയർ നമ്മൾ കളറ് വേറെ ഡിഫറെൻ്റ് ആഡ് ചെയ്യുന്നത് പോലെ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഗ്രീൻ കളറ് നമ്മൾ ആഡ് ചെയ്തു. നമ്മളെടുത്തിട്ട് 3 ചെയിൻ ചെയ്യാം. 3 ചെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ 2 ചെയിൻ ഇതിൻ്റെ ഗ്യാപ്പിന് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 5 ചെയിനാണ് വരുന്നത്. എന്നിട്ട് ഈ സെയിം ഗ്യാപ്പിലോട്ട് തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യാം. വി സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്തു പോകുന്നത്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു വി പാറ്റേൺ കിട്ടും നമുക്ക്. ഈ 2 ചെയിൻ ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ്. അടുത്ത ഗ്യാപ്പിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയിൻ ഒന്നും ഇടുന്നില്ല. അടുത്ത ഗ്യാപ്പിലോട്ട് നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, എന്നിട്ട് ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അടുത്ത ഗ്യാപ്പിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ വി ആയിട്ട് ഈ സ്റ്റിച്ച് ചെയ്തു പോകും. വി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആയിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഓരോ ഗ്യാപ്പിലും 2 ഡബിൾ ക്രോഷ്യോ വരും. അതിൻ്റെ ഇടയിൽ ഒരു 2 ചെയിൻ ഗ്യാപ്പ് നമ്മൾ ഇടണം. ഈ 2 ചെയിൻ ഇട്ടു. പിന്നെ അതേ ഗ്യാപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അടുത്ത ഗ്യാപ്പിൽ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, അടുത്തൊരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇങ്ങനെ നമ്മളുടെ ഈ സ്റ്റിച്ചിൻ്റെ ഫുള്ള്, നമ്മൾ ഈ ബോർഡറിൽ ഫുള്ള് ഇതുപോലെ ചെയ്ത് ഇവിടം വരെ എത്തണം. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ലെയർ വരുന്നത്. ഇത് നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്തു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ ബോർഡർ ഫുള്ള് നമ്മൾ ചെയ്തു. വി സ്റ്റിച്ച് നമ്മൾ ലാസ്റ്റ് വരെ എത്തി. നമ്മൾ തുടങ്ങിയതിൻ്റെ ഇവിടെ 1 2 3ാമത്തേതിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് കണ്ടോ, നമുക്ക് ഈ സ്റ്റിച്ച് ഒരു ചെയിനും കൂടി ചെയ്തിട്ട് ഈ ത്രെഡ് നമുക്ക് കട്ട് ചെയ്യാവേ. ഇതൊന്നും ഇങ്ങനെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റായി. അപ്പോൾ നമ്മളുടെ അടുത്ത ലെയർ കഴിഞ്ഞു, 9th ലെയർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് നമ്മളിവിടെ ഫ്ലവർ പാർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ തുടങ്ങാനായിട്ട് വെക്കുക. ഇപ്പം നമുക്ക് എൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് തുടങ്ങാം. ഈ ഭാഗത്ത് നമുക്ക് ഫ്ലവറിൻ്റെ പാർട്ട് തുടങ്ങാം കേട്ടോ. അതിന് നമ്മൾ വൈറ്റ് കളർ ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ
ഇതാ നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് തുടങ്ങുന്നത്. ഇതാ ഇതുപോലെ ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് നമ്മളിതാ നീഡിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കയറ്റുക. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഫ്ലവറിൻ്റെ പാർട്ട് ചെയ്യുന്നത്. അതായത് ഈ വി സ്റ്റിച്ച് വരുന്നതിൻ്റെ ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഫ്ലവറിൻ്റെ പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ നമ്മൾ നീഡിൽ കയറ്റിയിട്ട് ഇതാ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം 1 2 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ബാക്കി നമുക്ക് ഇതിനകത്ത് ചെയ്യാം. നമ്മളിനിയിപ്പം ഇത് ഉൾപ്പെടെ ആദ്യത്തെ ഇതിൽ മാത്രം നമ്മൾ ഇത് ചെറുതായിട്ടാണ് ഫീൽ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ 6 പ്രാവശ്യം എടുക്കണം. അടുത്തത് തൊട്ട് നമുക്ക് 5 എണ്ണം എടുത്താൽ മതി കേട്ടോ. നമ്മൾ യാൺ ഓവർ ചെയ്യുക. 1 ഒരു ഡബിൾ ക്രോഷ്യോ, അതേ സെയിം സ്പേസിൽ തന്നെ 2 3 4 5 എണ്ണം തന്നെ ചെയ്യണം കേട്ടോ ഡബിൾ ക്രോഷ്യോ. അതായത് ഇപ്പോൾ നമ്മൾ 1 2 3 4 5 ഡബിൾ ക്രോഷ്യോ, പിന്നെ ആദ്യം ചെയ്ത ഈ 3 ചെയിനും കൂടി വരും കേട്ടോ. ഈ 3 ചെയിൻ ചെറുതാണ്, അതുകൊണ്ടാണ് ഫ്ലവറിൻ്റെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് 5 എണ്ണം തന്നെ ആദ്യത്തേൽ ചെയ്യാൻ പറഞ്ഞത്. രണ്ടാമത്തത് തൊട്ട് നമ്മൾ ഇതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷ്യോ ചെയ്താൽ മതിയാവും കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്നും ഈ ആദ്യത്തെ ഇത് കണ്ടോ, ഈ 2 ഇതിൻ്റെ ഉള്ളിൽ ഈ നീഡിലിനെ കയറ്റിയിട്ട് നമ്മൾ ഇവിടെ വെട്ടിയിരിക്കുന്ന ഇതിലോട്ട് കയറ്റണം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുക്കണം. കണ്ടോ, ഇതിനൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഒരു ടുലിപ്പിൻ്റെ ഷേപ്പ് കിട്ടും. നമ്മൾ എടുത്തു കണ്ടോ, ഇങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 2 ചെയിൻ ചെയ്യണം. 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് അടുത്ത ടുലിപ്പ് ചെയ്യാനായിട്ട്, ടുലിപ്പിൻ്റെ ബഡാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഫ്ലവറിങ് പാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേറെ സ്റ്റിച്ചുകളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഈ പാറ്റേൺ ചെയ്യാനായിട്ട് 2 ചെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിലോട്ട് നമ്മൾ അടുത്ത 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുകയാണ് ചെയ്യുന്നത്. 1 2 3 4 5 ഈ ത്രെഡിനെ ഇങ്ങനെ ഇടുക. പിന്നെ നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്തില്ലേ, ഈ ഗ്യാപ്പിലോട്ട് നമ്മളിങ്ങനെ നീഡിൽ കയറ്റുക ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇതിലൂടെ വലിച്ചെടുക്കുക. 2 സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ഡബിൾ ക്രോഷ്യോ നമുക്ക് അടുത്ത ഗ്യാപ്പിൽ ചെയ്യാം കേട്ടോ. വി സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ചെയ്യാം. 5 എണ്ണം. 3 4 5 ത്രെഡിനെ അവിടെ വിടുക. ഇതിൻ്റെ ഫസ്റ്റത്തെ ഇതിൽ നമ്മൾ കയറ്റുക. ഇതിങ്ങനെ നീഡിൽ കയറ്റിയിട്ട് ഇങ്ങനെ എടുക്കുക. 1 2 അടുത്ത വി സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 5 ലെയർ 5 ഡബിൾ ക്രോഷ്യോ ചെയ്യുക. ഇത് കണ്ടോ, നിങ്ങൾക്കപ്പം ഈ പാറ്റേൺ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ. ഇനി അടുത്ത ലെയർ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ 2 സ്റ്റിച്ച് ഗ്യാപ്പ് ഇട്ട ഭാഗത്താണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഈ ലെയറിൻ്റെ ഫുള്ള് നമ്മൾ ചെയ്ത് വരണം കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഇനി കാണാവേ. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഈ ബഡ് നമ്മൾ ചെയ്തിട്ട് ലാസ്റ്റ് വരെ എത്തിയിട്ടോ. ഇത് ഫുള്ള് നമ്മൾ ചെയ്ത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ലാസ്റ്റത്തെയാണ് ചെയ്യാനുള്ളത്. ഒരു വി ആണ് ബാക്കിയുള്ളത്. നമ്മളവിടെ ഇതുപോലെ തന്നെ 5 ഡബിൾ ക്രോഷ്യോ, 4 5 ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റത്തെ ഇതിൽ നമ്മളിങ്ങനെ നീഡിൽ കയറ്റി കണ്ടോ 2 ചെയിൻ ചെയ്യുക. എന്നിട്ട് നമ്മളിതാ ഇവിടെയാണ് ജോയിൻ ചെയ്യേണ്ടത്. ഈ 3 ചെയിൻ ചെയ്തോടത്തല്ല, ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഈ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു ചെയിൻ ചെയ്തിട്ട്
ത്രെഡ് കട്ട് ചെയ്യുക, ആ ലെയർ നമ്മൾ അവസാനിപ്പിക്കുക. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത ലെയർ ചെയ്ത് കഴിയുമ്പം അത് റെഡിയായി വന്നോളും കേട്ടോ. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അകത്തിയാൽ മതി, അകന്ന് വന്നോളും. ഇത് നമുക്ക് ടൈറ്റ് പോലെ തോന്നും, അത് പക്ഷെ നമ്മൾ ബോക്സിലിട്ട് കഴിയുമ്പം ആ അറ്റം ഭാഗം കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഗ്രീൻ ലെയർ ഇവിടെ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ഗ്യാപ്പിലാണ് ചെയ്തു തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത ഒരു ഗ്രീൻ ലെയർ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിത് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ വരുന്ന ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ നമ്മൾ ഇങ്ങനെ നീഡിൽ കയറ്റുക. എന്നിട്ട് സ്ലിപ്പ് നോട്ട് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഇതിടുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചെടുക്കുക, നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 2 3 ചെയിൻ ചെയ്യുക. 2 ചെയിൻ ഇതിൻ്റെ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ചെയ്യുക. 1 2, അപ്പോൾ ടോട്ടല് 5 ചെയിനാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ ഈ ഗ്യാപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടി ചെയ്യുക. അടുത്തത് നമ്മൾ ഈ ഗ്യാപ്പിൽ ചെയ്യുക ഇതിൻ്റെ. ഓക്കെ, 2 ചെയിൻ ചെയ്യുക. ഇവിടെ തന്നെ അടുത്തൊരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അടുത്ത ഡബിൾ ക്രോഷ്യോ നമ്മൾ അടുത്ത ഗ്യാപ്പിൽ ചെയ്യുക. 2 ചെയിൻ ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ ലെയർ ലെയർ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലെയർ ചെയ്ത് വിടണം. മനസ്സിലായല്ലോ? ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിൻ്റെ ഈ ഗ്യാപ്പിലായിരിക്കണം നമ്മൾ ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ രണ്ടാമത്തെ ലെയർ ചെയ്ത് വരിക. ഇവിടെ ലാസ്റ്റ് വരെ എത്തി കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. 1 2 3 ഒരു ചെയിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പോലത്തെ ആ ഒരു ടൈറ്റ് ഒന്നും നമുക്കില്ല ഇവിടെ കണ്ടോ. ഇതിൻ്റെ ആ ഇത് ലൂസായിട്ട് വന്നു എന്ന് നമുക്ക് ആ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വൈറ്റിൻ്റെ തന്നെ ഒരു ലെയറും കൂടി ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ബ്ലൂവിൻ്റെ ഒരു ലെയർ ചെയ്ത് നമ്മൾ അവസാനിപ്പിക്കുക. നമ്മളുടെ ടിഷ്യൂ ബോക്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇത് ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇട്ട് നോക്കുക ടിഷ്യൂ ബോക്സിൽ, ഇനി എത്ര വലിപ്പം കൂടി എനിക്കിത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ 2 ലെയർ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇത് കണ്ടോ, ലാസ്റ്റ് ഒരു ലെയർ ഇങ്ങനെ, ഈ ലാസ്റ്റ് ഒരു ലെയർ ഇതിങ്ങനെ ചെയ്ത് വിടണം. 3 ഡബിൾ ക്രോഷ്യോ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ ചെയിനില്ല കേട്ടോ, അങ്ങനെയും ചെയ്ത് വിടണം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ടുലിപ്പിൻ്റെ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലെയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാവേ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടി ചെയ്യുക. അത് ഈ ഗ്യാപ്പിൽ വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ ഈ ഗ്യാപ്പിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫ്ലവർ വരുന്നത് ഇതിൻ്റെ ഈ ഗ്യാപ്പിലായിരിക്കും. ഈ വി എന്ന് പറയുന്ന ഈ സ്റ്റിച്ചിൻ്റെ ഈ ഗ്യാപ്പിലാണ് ചെയ്ത് തുടങ്ങേണ്ടത്. അപ്പം നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പിടിച്ച് ചെയ്യാനായിട്ട്. ഒരിക്കലും ഇങ്ങനെ പിടിച്ച് ചെയ്യരുത്, ഇങ്ങനെ പിടിച്ച് ചെയ്യുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ നിന്ന് തൊട്ട് നമ്മൾ വൈറ്റ് കളർ ഇട്ടിട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. നമ്മളിത് ഈ വൈറ്റിൻ്റെ ലാസ്റ്റ് ലെയർ വരെ എത്തി കേട്ടോ. ഇത് 2 ലെയർ കഴിഞ്ഞു. ഇത് നമ്മൾ ഇവിടം വരെ ലാസ്റ്റ് വരെ ചെയ്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ആക്കി നമ്മൾ 2 ചെയിൻ ചെയ്തു. ഇനി ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഈ മോൾ ഭാഗത്തോട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പം നേരത്തെ പോലെ തന്നെ നമുക്കൊരു ഇത്തിരി ഒരു ടൈറ്റ് ഫീൽ ചെയ്യും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മളൊന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പം അത് റെഡി ആയിക്കോളും. ഇപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ലെയർ എത്തി കേട്ടോ.
ഈ ടിഷ്യൂ ബോക്സിൻ്റെ ലാസ്റ്റ് ലെയറായി. നമുക്കിനി ഇങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം. നമ്മൾ എന്തായാലും ഇത് ടിഷ്യൂ ബോക്സിലൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ ടിഷ്യൂ ബോക്സിൽ ഒന്ന് ഇട്ട് നോക്കാം ഇതിൻ്റെ എത്രയാണ് അളവ് കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത്. നമുക്കിതിൻ്റെ ഈ കോർണറിലോട്ട് തന്നെ വരുന്നത് പോലെ നമുക്ക് ഇടാം. അപ്പോൾ ഈ കോർണർ ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഇങ്ങോട്ട് തന്നെ പിടിച്ചിടണം കേട്ടോ. ഇതിൻ്റെ കോർണർ ഇങ്ങോട്ടും വരുന്നത് പോലെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ലെയറും കൂടി ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. കണ്ടോ, ഒരു ലെയറും കൂടി ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്യണം. അത് ഈ ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ടിഷ്യൂ ബോക്സിൽ ഒന്ന് ഇട്ട് നോക്കണം, എന്നിട്ട് വേണം അതിന് എത്ര ഹൈറ്റ് വേണം, എത്ര ലെയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കാനായിട്ട്. അപ്പോൾ അടുത്തത് ഈ ഒരു ലെയറും കൂടി നമുക്ക് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ബ്ലൂ കളറിൻ്റെ ഒരു ലെയറും കൂടി നമ്മൾ ചെയ്യാൻ പോവാം. ഈ ഗ്യാപ്പിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങോട്ട് എടുക്കുക. നേരത്തെയൊക്കെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ കേട്ടോ, കളറ് വേറെ ഡിഫറെൻ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്തില്ലേ, അതുപോലെ തന്നെ 3 ചെയിൻ ചെയ്യുക. ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക അതേ ഗ്യാപ്പിൽ തന്നെ. ഇത് 3 ഡബിൾ ക്രോഷ്യ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇടയിൽ ചെയിനൊന്നുമില്ല കേട്ടോ. അടുത്ത ഗ്യാപ്പിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. നല്ല ഈസി ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇത്. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എനിക്ക് ഫോട്ടോ അയച്ചു തരിക. ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഫോട്ടോ എങ്ങനെയാണ് അയച്ചു തരേണ്ടതെന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നാലും മതി കേട്ടോ, ഞാൻ കാണാം. അല്ലെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക. എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലോട്ട് ഒന്ന് മെയിൽ ചെയ്താലും എനിക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഫോട്ടോസ് കാണാനായിട്ട് പറ്റും കേട്ടോ. ഒന്ന് അയച്ചാൽ മതി, മെയിൽ ചെയ്താലും മതി. അപ്പം ഇതുപോലെ ഈ ലാസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓർത്തിരിക്കാനും ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണിത്. വളരെ ഡിഫറെൻ്റ്, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടിഷ്യൂ ബോക്സ് കവറാണ്. അതും ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും ഈ വീഡിയോയിലും 2 ടൈപ്പാണ് കാണിച്ചത് കേട്ടോ. തുടക്കം ഒരുപോലെ ആണെങ്കിലും എൻ്റെ രണ്ടും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് കാണിച്ചത്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ തന്നെ വേറെ പാറ്റേണുകളും മാറ്റിയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പുതിയ പുതിയ പാറ്റേണുകൾ കണ്ടുപിടിക്കുന്നതെന്ന്. നമ്മളുടെ ഒരു ഐഡിയ അനുസരിച്ച് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറേ തെറ്റുകൾ വരും. അപ്പോൾ അത് മാറ്റി ചെയ്യും. പിന്നെയും ചിലപ്പോൾ നമ്മൾ ചെയ്ത് വരുമ്പം അത് ടൈറ്റായിട്ട് വരും, ചിലപ്പോൾ ലൂസായിട്ട് പോവും. അപ്പോൾ നമ്മൾ അഴിച്ച് പിന്നെയും ചെയ്യും. അങ്ങനെയാണ് പുതിയ പുതിയ പാറ്റേണുകൾ കണ്ടുപിടിക്കുന്നതും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ള പാറ്റേണുകൾ മാത്രമേ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരാറുള്ളൂ. അപ്പം ഈ പാറ്റേണും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ നമ്മളുടെ ഒരു റണ്ണറിനും കോസ്റ്ററിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാകുന്നുണ്ട്, ഭയങ്കര ഈസി ആയിട്ടുള്ള പാറ്റേൺ ആയിരുന്നു എന്ന് കുറേ ആൾക്കാരുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, മെയിൽ ഉണ്ടായിരുന്നു. 1-2 പേര് അത് പാറ്റേൺ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി, എനിക്ക് സന്തോഷമായി നിങ്ങൾക്കത് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതും. അപ്പം നിങ്ങൾക്ക് ഇതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാവേ. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ത്രെഡ് ഉണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം എനിക്ക് ഇനി തുന്നി എല്ലാം റെഡിയാക്കി എടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് കളറാണ് ഞാൻ ചെയ്തത്. ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ത്രെഡെല്ലാം തുന്നി എല്ലാം നീറ്റാക്കിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. ഒരു 3 കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ കണ്ടല്ലോ ഇതെന്ത് ഈസിയാണ് ഈ ടിഷ്യൂ ബോക്സിൻ്റെ കവർ ചെയ്യാൻ എന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഡിഫറെൻ്റായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചത് ഇതാണ് കേട്ടോ പാറ്റേൺ. ഇതിൻ്റെ ത്രെഡെല്ലാം എനിക്കിനി ഉള്ളിലോട്ട് കയറ്റി വിടണം. പിന്നെ എൻ്റെ അടുത്ത് ചില ആൾക്കാർ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് അവർ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് ഇത്. കാരണം എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വരുമ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് ആരുടെ വീട്ടിലും നമുക്കിപ്പോൾ കാറിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഓഫീസ് റൂമിലോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. അത് കാരണം കൊണ്ട് പെട്ടെന്ന് എൻ്റെ കയ്യിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ ഈ ടിഷ്യൂ ബോക്സ് കവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തന്നെ ഒരു 3-4 പ്ലേസിൽ നമുക്ക് വെക്കാം. ഇപ്പോൾ ലിവിങ് റൂമിലും ഡൈനിങ് റൂമിലും ബാത്റൂമിലും ഒക്കെ ബെഡ്റൂമിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. സാധാരണ ടിഷ്യൂ ബോക്സ് വെക്കുന്നതിനെ കഴിഞ്ഞും അതിനൊരു കവർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം ഈ 2 ടൈപ്പ് ടിഷ്യൂ ബോക്സാണ് 2 വീഡിയോയിലോട് കൂടെ ഞാൻ കാണിച്ചത്. ഒന്ന് ഇങ്ങനെ സാധാരണ പോലെ ചെയ്യുന്നത്, അതിനകത്ത് കളർ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒന്ന് ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ ഇതിൻ്റെ ഈ ടുലിപ്പിൻ്റെ പാറ്റേണും എങ്ങനെയാണ് വരുന്നതെന്നുള്ളതുമാണ് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ എപ്പോഴും വീഡിയോസ് കാണുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ബൈ.